എല്ലാവർക്കും നമസ്കാരം. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന 10 ഭാഷകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 10ാം സ്ഥാനത്തുള്ളത് ഉറുദു. ഒരു കാലത്ത് ഹിന്ദിയും ഉറുദും ഒറ്റ ഭാഷയായിട്ടായിരുന്നു കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. ഏറ്റവും കൂടുതൽ ഉറുദു സംസാരിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ 1 പാകിസ്ഥാനാണ്, 2 ഇന്ത്യ. നമുക്കറിയാം പാകിസ്ഥാനിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഉറുദുവാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഒരു 80% ആളുകളും സംസാരിക്കുന്ന ഭാഷയും ഉറുദുവാണ്. ഇപ്പോൾ 10ാം സ്ഥാനത്തുള്ളത് ഉറുദു. 9ാം സ്ഥാനത്തുള്ളതാണ് റഷ്യൻ. 255 മില്യൺ ആളുകൾ സംസാരിക്കുന്ന ഒരു ഭാഷയാണ് റഷ്യൻ. കൂടുതലുള്ളത് റഷ്യയിലാണ്, ഈസ്റ്റേൺ യൂറോപ്പ്, പിന്നെ സെൻട്രൽ ഏഷ്യ. കൂടുതലും സോവിയറ്റ് രാജ്യങ്ങളിലാണ് ഈ റഷ്യൻ സംസാരിക്കുന്നത്. ഒരു കാലത്ത് സോവിയറ്റ് യൂണിയൻ വലിയൊരു രാജ്യമായിരുന്നു. അപ്പോൾ പല രാജ്യങ്ങളും സോവിയറ്റ് യൂണിയൻ്റെ അണ്ടറിലായിരുന്നു. പിന്നെ ഇന്റർനെറ്റ് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഒരു ഭാഷകളൊന്നും കൂടിയാണ് റഷ്യൻ. 8ാം സ്ഥാനത്തുള്ളതാണ് പോർച്ചുഗീസ്. 260 മില്യൺ ആളുകളാണ് സംസാരിക്കുന്നത്. പോർച്ചുഗൽ, ബ്രസീൽ, അങ്കോള എന്നിങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ സംസാരിക്കുന്ന ഭാഷയാണ് പോർച്ചുഗീസ്. നമ്മൾ ഒരു കാലത്ത് കോളനിവൽക്കരിച്ച ഒരു രാജ്യങ്ങളിൽ ഒന്നാണ് പോർച്ചുഗീസ്. പറങ്കികൾ എന്ന് പറയും. പോർച്ചുഗീസിൽ നിന്ന് ഒരുപാട് വാക്കുകൾ മലയാളത്തിലുമുണ്ട്. 7ാം സ്ഥാനത്ത് വരുന്നത് ബംഗാളി ഭാഷയാണ്. 270 മില്യൺ ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് ബംഗാളി. ബംഗ്ലാദേശിലും കിഴക്കൻ ഇന്ത്യയിലും വടക്ക് കിഴക്കൻ ഇന്ത്യയിലും ഒരുപാട് ആളുകൾ സംസാരിക്കുന്ന ഒരു ഭാഷയാണ് ബംഗാളി. ഇന്ത്യയിലെ ത്രിപുരയിലും ബംഗാളിലെയും ഔദ്യോഗിക ഭാഷയും കൂടാണ് ബംഗാളി. ബംഗാളി സ്ക്രിപ്റ്റാണ് ലോകത്തെ ഏറ്റവും മനോഹരമായ സ്ക്രിപ്റ്റുകളിൽ ഒന്നെന്നാണ് പറയപ്പെടുന്നത്. 6ാം സ്ഥാനത്തുള്ള ഭാഷയാണ് അറബി എന്ന അറബിക്. 370 മില്യൺ ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ്. മൊത്തം 2ാം ഭാഷയും 3ാം ഭാഷയും എല്ലാം കൂടെ ചേർത്ത 450 മില്യൺ ആളുകൾക്കും അറിയാവുന്ന ഒരു ഭാഷയാണ് അറബി. മിഡിൽ ഈസ്റ്റിലും ഉത്തര ആഫ്രിക്കയിലുമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അറബി സംസാരിക്കുന്നത്. മതപരമായും ഇസ്ലാം മതത്തിൻ്റെയും ഒരു പ്രധാനപ്പെട്ട ഭാഷയും കൂടാണ് അറബി. പിന്നെ അതിൻ്റെ ഒരുപാട് ഡയലക്റ്റുകളുണ്ട്, ഉപഭാഷകളുണ്ട്. പിന്നെ 5ാം സ്ഥാനത്തുള്ള ഭാഷയാണ് ഫ്രഞ്ച്. 310 മില്യൺ ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് ഫ്രഞ്ച്. ഏറ്റവും കൂടുതൽ ആളുകൾ ഫ്രാൻസിലും പിന്നെ ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലും കാനഡയിലും ബെൽജിയത്തിലും സ്വിറ്റ്സർലാൻഡിലും ഈ ഒരു ഭാഷ സംസാരിക്കുന്നു. ഒരു കാലത്ത് ലോകം മുഴുവൻ ഫ്രഞ്ച് കോളനികളായിരുന്നു, പ്രത്യേകിച്ച് ഉത്തര ആഫ്രിക്കയിലും ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലും. അതുകൊണ്ട് ഫ്രഞ്ചിന് വലിയൊരു സ്വീകാര്യതയുണ്ട്. ഇന്നും പല ആളുകളും സംസാരിക്കാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാഷയും കൂടിയാണ് ഫ്രഞ്ച്. 5 ഭൂഖണ്ഡങ്ങളിൽ സംസാരിക്കുന്ന ഒരു ഭാഷയും കൂടിയാണ് ഫ്രഞ്ച്. 4ാം സ്ഥാനത്തുള്ള ഭാഷയാണ് സ്പാനിഷ്. 560 മില്യൺ ആളുകൾ സംസാരിക്കുന്ന ഒരു ഭാഷയാണ്. സ്പെയിൻ, ലാറ്റിൻ അമേരിക്ക, പിന്നെ അമേരിക്കയിലെ ചില ഭാഗങ്ങളിൽ സംസാരിക്കുന്ന ഒരു ഭാഷയാണ് സ്പാനിഷ്. പല രാജ്യങ്ങളും, ലോകത്തുള്ള പല രാജ്യങ്ങളും സ്പാനിഷ് കോളനിയായിരുന്നു. അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ സംസാരിക്കുന്നു. മെക്സിക്കോ എന്ന രാജ്യത്തെ മെക്സിക്കൻ ഒരു സ്പാനിഷ് ഭാഷയാണ്. ഏകദേശം 20 രാജ്യങ്ങളുടെ ഔദ്യോഗിക ഭാഷയാണ് സ്പാനിഷ്. 3ാം സ്ഥാനത്തുള്ള ഹിന്ദി. 610 മില്യൺ ആളുകൾ സംസാരിക്കുന്നു ഹിന്ദി. ഇന്ത്യയിലെ ഒരുവിധം സംസ്ഥാനങ്ങളിലുള്ള എല്ലാവർക്കും ഹിന്ദി അറിയാവുന്ന ഒരു ഭാഷയാണ്. ഒരു കാലത്ത് ഉറുദുവും ഹിന്ദിയും ഒറ്റ ഭാഷയായിട്ടായിരുന്നു കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. സ്ക്രിപ്റ്റ് മാത്രമാണ് വ്യത്യാസം. ഉറുദുവും ഹിന്ദിയും കൂടെ കൺസിഡർ ചെയ്താൽ ഒരുപക്ഷെ അതൊരു 2ാം സ്ഥാനത്തോ 3ാം സ്ഥാനത്തോ വരേണ്ട ഒരു ഭാഷയാണ് ഹിന്ദി. അപ്പോൾ ഇന്ത്യ, നേപ്പാൾ, പിന്നെ ഒരുപാട് രാജ്യങ്ങളിൽ സംസാരിക്കുന്ന ഒരു ഭാഷയാണ് ഹിന്ദി. പിന്നെ ഫിജി എന്ന രാജ്യത്തെ ഔദ്യോഗിക ഭാഷയാണ് ഹിന്ദി. അവിടെ ഫിജി ഹിന്ദി അല്ലെങ്കിൽ ഭോജ്പുരി എന്ന് പറയും. ഭോജ്പുരി ഒരു ഡയലക്റ്റ് ആണെങ്കിലും ഹിന്ദിയുടെ ഒരു ഉപഭാഷയായിട്ടാണ് കണക്കാക്കുന്നത്. 2ാം സ്ഥാനത്തുള്ള ഭാഷയാണ് മണ്ടാരൻ ചൈനീസ് എന്ന ചൈനീസ് ഭാഷ. 1.1 ബില്യൺ ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് മണ്ടാരിൻ. ചൈന, തായ്വാൻ, സിംഗപ്പൂർ, പിന്നെ ലോകം മൊത്തം സംസാരിക്കുന്ന ഒരു വലിയൊരു ഭാഷയാണ് ചൈനീസ്. 1000ഓളം ക്യാരക്ടേഴ്സ് ഉള്ളൊരു ഭാഷയും കൂടെയാണ് മണ്ടാരൻ ചൈനീസ്. അതിന് ചിത്രലിപിയാണ് ഉപയോഗിക്കുന്നത്. ഇനി 1ാം സ്ഥാനത്തുള്ള ഭാഷ ഏതാണെന്ന് നോക്കാം. 1ാം സ്ഥാനത്തുള്ളത് ഇംഗ്ലീഷാണ്. 1.5 ബില്യൺ ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് ഇംഗ്ലീഷ്. കോമൺവെൽത്ത് രാജ്യങ്ങളിലും UK, US, കാനഡ, ഓസ്ട്രേലിയ, ഇന്ത്യ എന്നിങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ സംസാരിക്കുന്ന ഒരു ഭാഷയാണ് ഇംഗ്ലീഷ്. എല്ലാ രാജ്യങ്ങളിലും ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളെങ്കിലും മിനിമം കണ്ടിരിക്കാം. നമുക്ക് ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ ഒരുവിധ രാജ്യങ്ങളിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കും. ഒരു ഗ്ലോബൽ ലാംഗ്വേജ്, എഡ്യൂക്കേഷൻ, ബിസിനസ് എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷ അറിയാമെങ്കിൽ ഗുണമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ 2ാം ഭാഷയായിട്ടാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ, നമ്മുടെ കേരളത്തിൽ മലയാളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അറിയാവുന്ന മറ്റൊരു ഭാഷ ഇംഗ്ലീഷാണ്. അതേപോലെ പല രാജ്യങ്ങളിലും 2ാം ഭാഷയായിട്ട് ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷാണ്.